ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ആള് നല്ല രീതിയിൽ നിൽക്കുന്നുള്ളതൊക്കെ ഓക്കെയാണ്. നീ ഫ്രം ബിഗിനിങ് എടുത്ത് നോക്കി നോക്ക്. നല്ല വ്യത്യാസമല്ലേ? ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. ഒന്നുകിൽ അതായിരിക്കണം ആളുടെ ഒറിജിനൽ, അല്ലെങ്കിൽ ഇതായിരിക്കണം ആളുടെ ഒറിജിനൽ. രണ്ടും രണ്ട് ദിശയിലുള്ള കാരണം ഇപ്പം ഞാൻ ഇന്നലെ തന്നെ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറിയപ്പോൾ അനീഷേട്ടൻ അക്ബർ എത്ര കഴിയാറായോ അക്ബർ? അപ്പോൾ ഞാൻ പറഞ്ഞു അനീഷേട്ടാ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പെട്ടെന്ന് ഇറങ്ങണേ അങ്ങനെ പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞു ഇറങ്ങണം ഓക്കെ എന്ന് പറഞ്ഞു. ഈ സെയിം സാധനം ഞാനൊരു 4-ാമത്തെ ആഴ്ചയിലോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചോദിച്ചിരുന്നു അനീഷേട്ടാ അക്ബർ ഞാൻ കുളിക്കാൻ കയറുകയാണ്. അനീഷേട്ടാ ഒരു എത്ര സമയം എടുക്കും? ഒരു 5 അതെനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ കുളിച്ച് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും, അത്രേ ഉള്ളൂ. ഓക്കെ അനീഷേട്ടാ ഒന്നുകിൽ അതായിരിക്കണം റിയൽ, അല്ലെങ്കിൽ ഇതായിരിക്കണം റിയൽ. ഇതേപോലെ തന്നെ പിന്നെ എത്രയോ പറഞ്ഞ കാര്യങ്ങൾ എത്ര വട്ടം മാറ്റി പറഞ്ഞേക്കണം. ഇപ്പോൾ ഏറ്റവും അവിടുന്ന് തുടങ്ങിയത്. അപ്പോൾ ഞാൻ അന്നും ഇന്നും പറയണം, വളരെ സെൻസിറ്റീവായിട്ടുള്ള ടോപ്പിക്കിലാണ് പുള്ളി നമ്മളെല്ലാവരും ആൾക്കെതിരെയാണെന്നുള്ളത് കാണിക്കുന്നത് എന്നുള്ള ഡയലോഗ് അടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അതൊക്കെ എന്തിനാണ് അടിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മലയാളി, കേരളം, നമ്മളിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ. നമ്മളിതൊക്കെ തന്നെയാണ് അല്ലെ? ഇപ്പൊ അന്ന് ലാലേട്ടനെ മൂലം വെച്ച് തന്നെ ഇവിടെ ആദ്യം 5 വട്ടം ഒരു 4-5 ദിവസം 5 ദിവസം കണ്ട് സ്ഥിരമായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതമാക്കി. അപ്പോൾ സുപ്രഭാതം ആക്കിയതിൽ നമുക്ക് പ്രശ്നമില്ല, കാരണം അത് അയാളുടെ ഇഷ്ടമാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞോ സുപ്രഭാതം പറഞ്ഞത് അയാളുടെ വ്യക്തി താല്പര്യം, നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടുന്ന് 1000 ടാസ്ക് വായിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇയാൾ വന്ന് പറഞ്ഞു 1000 മലയാളം ടാസ്ക് ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 1000 പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്ക് മലയാളം അറിയില്ല, നിങ്ങൾ മലയാളം സംസാരിക്കും. നിങ്ങൾ ബിഗ് ബോസ് മലയാളത്തിലാണ് വന്നിരിക്കുന്നത്, മലയാളം അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം ഇങ്ങനെ തന്നെ. പുറത്ത് നിങ്ങൾ ഗുഡ് മോർണിംഗ്, നിങ്ങൾ സുപ്രഭാതം പറയൂ. അപ്പോൾ നമുക്ക് പൊളിയൂലേ? നമ്മൾ എന്താ ചേട്ടാ പറയണത്? ഇത്ര ദിവസം നിങ്ങൾ ഗുഡ് മോർണിംഗ് അല്ല പറയണത്, നിങ്ങളിപ്പോൾ ഇന്നല്ലേ സുപ്രഭാതം പറഞ്ഞത്. അപ്പോൾ നിങ്ങളെന്താ എത്ര ദിവസം ഗുഡ് മോർണിംഗ് പറഞ്ഞു? അപ്പോൾ ആ സമയത്തൊന്നും മലയാളത്തിനോടും കേരളത്തിനോടുള്ള ഭ്രമമായിട്ടുള്ള സ്നേഹമൊന്നും നിങ്ങൾക്ക് എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയാതെ സുപ്രഭാതം പറയൂ. ഈ സുപ്രഭാതം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? അങ്ങനെയൊക്കെ തിരിച്ചു ചോദിക്കുക. നമുക്ക് ഒരു അസഹിഷ്ണുതയില്ല. നിങ്ങൾ ഇത്രയും ദിവസം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതം നിങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് സുപ്രഭാതം പറയാം, ഞങ്ങളുടെ അടുത്ത് മലയാളത്തെയും കേരളത്തെയും സ്നേഹിക്കാൻ ഞങ്ങളുടെ അടുത്ത് പറയാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്കത് ശരിയായിട്ട് തോന്നില്ലല്ലോ, നമുക്കത് പൊളിയൂലേ? അപ്പോൾ അത് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്കെതിരെ നിന്നാലും ഞാൻ മലയാളത്തെ സപ്പോർട്ട് ചെയ്യും. അപ്പം തന്നെ ഞാൻ തലക്ക് ചോദിച്ചു, റബ്ബ് വളരെ സെൻസിറ്റീവ് ടോപ്പിക്കിൽ ഓപ്പോസിറ്റ് നിർത്തിക്കുക എന്നുള്ളത് അത് അവിടുന്ന് തുടങ്ങിയതാ. ഇപ്പം ലാസ്റ്റ് എന്നിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുള്ളി. നിങ്ങൾ ആദ്യം ഗുഡ് മോർണിംഗ് അല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളാ. ഞാൻ സുപ്രഭാതമാണ് പറഞ്ഞിട്ടുള്ളത്. ലാലേട്ടൻ്റെ മുമ്പിൽ ലാലേട്ടൻ ചോദിച്ചു, അനീഷ് ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ? പറഞ്ഞു ലാലേട്ട, പറഞ്ഞിരുന്നു. എനിക്ക് അത്ര മതി. ഇതൊന്നാണ് കേട്ടോ. ഇതുപോലെ എത്ര എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നിലപാട് മാറ്റിയ ആൾക്കാർ ഇവിടെ വേറെ കണ്ടസ്റ്റൻസിൽ ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇഷ്ടം പോലെ മാറ്റിക്കണം. കാരണം ആളിങ്ങനെ മാറുന്നത് കൊണ്ടും നമുക്ക് ബാക്കിയുള്ള 20 പേർക്കും ഒട്ടും ദഹിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റുകളും നിലപാടുകളും എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 20 പേര് ആൾക്കെതിരാവും. എല്ലാവരും കൂടെ പുള്ളിനെ വോട്ട് ചെയ്തത്, എന്നിട്ട് അയാളെ ക്യാപ്റ്റൻ നോക്കി. അല്ല ഞാൻ പറയുന്നത് അയാളുടെ സ്ട്രാറ്റജി അതാണ്. പക്ഷെ അതൊരു ഈ പറഞ്ഞതുപോലെ ഭയങ്കര അത് അയാൾ ഈ നിമിഷം അത് പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് അയാൾ ആ സ്ട്രാറ്റജി പിടിച്ച് 50 എപ്പിസോഡ് കഴിയുമ്പോഴത്തേന് കപ്പലിളകി. പിന്നെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊടുന്നു, ഇപ്പൊ ലവ് ട്രാക്കും കൊടുന്നു. എല്ലാ ട്രാക്കും പരീക്ഷിക്കുന്നുണ്ട് പുള്ളി. അത്ര പ്യുവർ ജമ്മായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം തെറ്റെന്ന് തോന്നിയാൽ തെറ്റുന്ന അപ്പം പറയും, കുറച്ച് ഞാൻ അതിന് ശരിയായിട്ട് തോന്നിയാൽ അപ്പം ശരിയെന്നും പറയും. നമ്മൾ ഇതുവരെ അത് തന്നെ ചെയ്തിട്ടുള്ളൂ.
ഉച്ചയായില്ലേ 12 മണി? വേറെ വിളിച്ചാ കേട്ടാർന്ന? അറിയില്ല, ഫേക്കായിട്ട് തോന്നിയിട്ടുള്ളത്. ഫേക്കായിട്ടാ? അറിയില്ല. നിനക്ക് ആരാ ഇതുവരെ ഇവിടെ ഫേക്കായിട്ട് തോന്നിയിട്ടുള്ളത്? ഫേക്കായിട്ടാ ഇപ്പോൾ മൊത്തത്തിലാ? ഇപ്പോഴല്ലേ? ഷാനവാസ്ക ഫേക്കാണ്. എനിക്കിപ്പോൾ കുറച്ചായിട്ട് തോന്നി തുടങ്ങിയതാണ്. ത്രൂ ഔട്ട് ഫേക്ക് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കും തോന്നിയിട്ടുണ്ട്. അതായത് ഈ അടുത്തിട്ടോ എനിക്ക് ചീട്ട് കീറിയതായിട്ട് തോന്നിയത് എൻ്റെ ഇതില്. പിന്നെ കുറെ കാര്യങ്ങൾ ഈ അടുത്ത് വേറെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അനു കുറെ എന്താ പറയാ കൺസേൺഡ് ആണ് പുറത്തുനിന്ന് പോകുന്നുള്ളതിൽ. ആള് ഫുള്ള് ആളായിട്ടൊന്നും അല്ല നിൽക്കുന്നത്. ഒരു പാർട്ട് ഇറക്കിയതേ ഉള്ളൂ, ആളുടെ ഒരു പാർട്ട്. മറ്റേത് മറ്റുള്ളവരെന്ത് വിചാരിക്കും ആ ഒരു നിലനിൽപ്പ് ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ മിക്ക ആൾക്കാരും അങ്ങനെയാണ്. അനീഷേട്ടനോ? അനീഷ ചോദിച്ചതാ? അനീഷേട്ടൻ പക്ഷെ ആ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഇളക്കാൻ പറ്റൂല. കണ്ടിരിക്കുമ്പോഴേ പുള്ളി അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പുള്ളി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ ആളെ പിടുത്തം കിട്ടിയിട്ടില്ല എനിക്ക്. എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടുന്ന് ഇല്ലാത്തതൊക്കെ ഇറക്കി. സ്റ്റാർട്ടിങ്ങത്തൊക്കെ നിങ്ങൾ പറഞ്ഞ അതൊക്കെ എവിഡന്റ് ആണ്. അതല്ലാതെ ഞാൻ പറയാ അല്ലേ, ഇപ്പൊ ഒരു 4 ആഴ്ചയായിട്ട് പുള്ളി ഒരു തണുത്ത ഒരു പാവത്താൻ, ഭയങ്കര മറ്റേ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഓരോന്നും വന്ന് ബാറ്ററി മാറ്റി തരുന്നു. എല്ലാം കൊണ്ടും നല്ല ഉത്തമ കുടുംബനാഥൻ അങ്ങനെ ആയിക്കോട്ടെ. ഒരു 4 ആഴ്ചയായിട്ട്. പക്ഷെ ഞാൻ അതിന്റെ മുന്നത്തെ കാര്യം വെച്ചിട്ടാണ് പറയണത്. മുന്നത്തെ നമുക്ക് എല്ലാവർക്കും എവിഡന്റ് അല്ലായിരുന്നു. പുള്ളി മാറ്റി പറയുന്നത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതൊക്കെ അതൊക്കെ എവിഡന്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റില് ഞങ്ങൾ ക്യാപ്റ്റന്മാരായ സമയത്ത് ഭയങ്കര എവിഡന്റ് ആയിരുന്നു ഞങ്ങൾക്കെതിരെ മാത്രം സംസാരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. തെറ്റ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തല്ലോ. ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തു. അല്ല, ആക്സെപ്റ്റ് ചെയ്ത് സംസാരിച്ചോളൂ. ഞങ്ങൾക്കെതിരെ സംസാരിക്കണ ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ അനു വെസല് കഴുകാതെ മാറി നിന്നതിലൊന്നും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. അത് ആസ് എ പാർട്ട് ഓഫ് പ്രതിഷേധം സെലക്റ്റീവാണ്. അതന്നെ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നോമിനേഷനിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ലാലേട്ടൻ്റെ അടുത്ത്. ലാലേട്ട, ഇപ്പൊ നമ്മള് ഒരാൾക്ക് നോമിനേഷനിൽ വരാൻ 2 വോട്ട് മതി. ബാക്കി ഇപ്പൊ എനിക്കൊരു 5 വോട്ട് 6 വോട്ട് തന്നാൽ ബാക്കി 4 വോട്ട് വേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോമിനേഷനിൽ എത്തിയാൽ പിന്നെ അടുത്ത തെറ്റ് ചെയ്ത് ആരാന്ന് നോക്കണം. അവരെ നോമിനേഷനിലേക്ക് എത്തിക്കാൻ നോക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ വ്യൂ പോയിന്റ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ അതന്നെ പറയണത്. അതന്നെ ഞാനും പറയണത്. അവരുടെ ആ വ്യൂ പോയിന്റ് ഞങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങള് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ബാക്കിയുള്ളവരോട് വരാനാ. അല്ല, എല്ലാവരും വരണം. ഞങ്ങളങ്ങ് അത്ര ആഗ്രഹിച്ച സമയത്താണ് അത് വന്നതും. അല്ലെങ്കിൽ ഞാനും നെവിനും നീയും സാബുമാനും മാത്രം വരും. കാരണം ഞങ്ങളെ വോട്ട് ചെയ്താൽ ഞങ്ങൾ എന്തായാലും നീയും സാബുമാനും ഇടും, നെവിനും നീയും സാബുമാനും ഇടും. അങ്ങനെ 4 പേര് മാത്രമായിട്ട് വരും. നിങ്ങൾക്ക് 2 വോട്ട്, ഞങ്ങൾക്ക് 6 വോട്ടാവും. അതിൽ കാര്യമില്ലല്ലോ. അല്ലാതെ ഇതിന്റെ ഇടയ്ക്കോട്ടെ തെറ്റ് ചെയ്ത് പോയിട്ടുള്ള എത്രയോ പേരുണ്ട്. പക്ഷെ ആ വീക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് ഓക്കെ, ശരിയാണ്. അതാണ് ടോപ്പ് നിന്നത്. ബാക്കിയൊക്കെ അതിന്റെ താഴെ വരത്തുള്ളൂ. ഇത്രയും പേര് ഇട്ട് ഇതാക്കിയിട്ട് മക്കാറാക്കിയ പിന്നെ എല്ലാവരും മിണ്ടാണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നോമിനേഷൻ ആണെങ്കിലും സംസാരിച്ചോട്ടെ, നോ ഇഷ്യൂസ്. ഞാൻ പറഞ്ഞ എന്റെ കൺസേൺ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ പറയേണ്ടത് പോലെ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇതേ അഭിപ്രായം തന്നെയായിരുന്നു സാബുമാനും പറഞ്ഞു തരത്തില്ല. അവരൊരു വലിയ ഗ്രൂപ്പാണ്. അവര് വിചാരിച്ചാൽ നോമിനേഷനിൽ അവരാകെ ടെൻഷനായിരുന്നു. എന്ത് ചെയ്യും നമ്മള്? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അളിയ ഞാൻ എന്നേക്കാൾ വീക്ക് എന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാരെ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിനകത്ത് ഞാൻ നിന്റെ പേരിടും, അതിലല്ലെങ്കിൽ 100 ആരുടെ പേരിടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതേ ചെയ്യുള്ളൂ.
അപ്പോൾ അതെ എന്ത് ചെയ്യാൻ പറ്റും, അവർ ഭയങ്കര ഗ്രൂപ്പായിട്ട് അവർ തകർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാവം. അപ്പോഴാണ് നോമിനേഷൻ, എല്ലാവരും കൂടി നോമിനേഷനിലിട്ട്. ഇവിടെ വന്നിട്ട് പോയ മറ്റേ ഫിസിക്കൽ ടാസ്ക് ഇവിടെ മറ്റേ ആളെ ഞാൻ പിടിച്ചെറിഞ്ഞിക്കണ്, മറ്റേ മഡ് ടാസ്കിലൊക്കെ ചവിട്ടിക്കണ് ആയിരനൊക്കെ. അപ്പം ഞാൻ അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു കുപ്പി തട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രാമയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ റിയലൈസ് ചെയ്യണം എന്താണെന്നറിയോ, കുപ്പി തട്ടിയ വേദന ആയിരിക്കില്ല, ഇത്രയും ദിവസം സ്ട്രെസ്സും മെന്റൽ പ്രഷറും എന്നൊക്കെ അതൊക്കെ വിചാരിച്ചിട്ട് എനിക്കത് അറിയില്ല. ചിലപ്പോൾ ആയിരിക്കും, എനിക്ക് അതിനുള്ള ഫോഴ്സ് ഇല്ല, അത് ഉള്ളിലോട്ട് തട്ടാൻ കയറാനുള്ള ഇല്ല, അത് അങ്ങനത്തെ ഒരു ഇതിലാവട്ടെ. ഇപ്പോൾ ആൾക്ക് മെന്റൽ സ്ട്രെസ് നല്ലോണം ഉണ്ട്. ഇത്രയും ഭയങ്കര ഹാർട്ട് അത്രയും വീക്കായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഫൈറ്റും മെന്റല് അത് ചീത്ത പറയില്ലാതെ. അപ്പൊ ആൾക്ക് അങ്ങനെ ഒരു ഇത് വന്നു, അയാൾ സേഫായി. പക്ഷെ സേഫ് ആയാലും ഇനി ഇപ്പൊ ഡോക്ടർ പറയാണ് ഇപ്പൊ സേഫാണ്, ഇനി ഈ പറയണത് പോലെ തിരിച്ച് ബിഗ് ബോസിലേക്ക് പോകണ്ട, കാരണം അവിടെ ഫുൾ ഇതാണ്, ഇങ്ങനത്തെ ഫൈറ്റ് ഇനിയും വരും. അപ്പൊ ഇനിയും ചിലപ്പോ ക്യാപ്പബിൾ ആവില്ല, വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ അവരെ സജസ്റ്റ് ചെയ്യാണ്, വീട്ടിലോട്ട് സജസ്റ്റ് ചെയ്യാണ്, ഇനി വെറുതെ ഇതാക്കണ്ട. അത് പക്ഷെ ഇതായതുകൊണ്ടല്ല, ഓൾറെഡി ആൾ സേഫായി. പക്ഷെ ഞാനീ പറയണത് ഇനി ഇങ്ങോട്ട് വന്ന വീണ്ടും ഒരു സ്ട്രെസ്സിലോട്ട് തന്നെയാണ് തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പൊ ഇനി വീണ്ടും വെറുതെ എന്തിനാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇനി സാധ്യത ഉണ്ടായിരിക്കുക ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ നേരെ കൊണ്ടുപോയി വിചാരിക്കും. ഇവിടെ നെവിന്റെ അവസ്ഥ എന്തായിരിക്കും? നെവിന് നിങ്ങ ആര്യൻ ചീഞ്ഞ് ബുദ്ധിമുട്ടാണ്. ആര്യൻ എന്താ, നിങ്ങൾ മൂന്നും ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് അങ്ങനെ വരത്തുള്ളൂ. ആ ക്യാപ്റ്റൻ എന്നുള്ള പോലെ ഞാനും ആര്യനും ഇല്ല, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ആ സമയത്ത് പറഞ്ഞത്. പക്ഷെ ഒരു മനുഷ്യനാകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ട് അത് പറയും. അത് നിങ്ങൾ ഓൾറെഡി ഫയർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഒരാൾ അങ്ങനെ ഇതാവുമ്പോൾ നമ്മൾ തെറ്റാണ്. അതിനാണ് ഞാൻ സോറി പറഞ്ഞത്. അത് പറയാൻ പാടില്ല, അതാണ് ഞാൻ ലാലേട്ടൻ്റെ അടുത്തും പറഞ്ഞത്. അതും നമ്മളും ഈ പറയണത് പോലെ എല്ലാം ഒരുമിച്ച് വന്നു. അപ്പൊ നമ്മളും കരുതി അയ്യാങ്കളി പാടില്ല എന്ന് പറയുന്നതും എല്ലാം ഒരുമിച്ചായപ്പോ പിന്നെ അപ്പൊ നമ്മളും തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണ പ്ലസ് അവര് ദേഷ്യത്തിന്റെ മൊത്തത്തില് ഒരു വൃത്തികെട്ട സിറ്റുവേഷൻ. നമ്മളിപ്പോ ചിന്തിക്കണത് പിന്നെ മഡ് ടാസ്കിൽ ഇതിനും വലിയ എന്റെ മൈൻഡിൽ അതൊക്കെ പോണത്, അതിന് വലിയ ചവിട്ടൊക്കെ കിട്ടിയിട്ട് നെഞ്ചത്തൊക്കെ ചവിട്ടിക്കണ ആളുടെ. അപ്പൊ ഞാൻ അതൊക്കെയാണ് എന്റെ മൈൻഡിൽ പോണത്. പിന്നെ ഈ ചെറിയ എം ടി ബോട്ടിലാണത്. അതിനത് പിന്നെ റിയലൈസ് ചെയ്തു